അപ്പോൾ ചേട്ടാ ഈ വോട്ട് അനധികൃതമായി ചേർത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താ? ഇത് പ്രവർത്തകന്മാരെ വീഴ്ചയല്ലേ? തൃശ്ശൂരൊക്കെ വോട്ട് പ്രവർത്തകന്മാർ ശ്രദ്ധിച്ചില്ല. രണ്ടോട്ട് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഇപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്തേ ഇവിടെ വോട്ട് ലിസ്റ്റ് വന്നു. വോട്ട് ലിസ്റ്റ് ഇവിടെ വന്നു. എത്ര വോട്ട് ഇവിടെ ചേർത്തു? ഇതിപ്പോൾ പറയണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ തെറ്റുകാരെല്ലാവരും കൂടിയാണ്. അതെ, ഒന്ന് മുരളി വന്നു, ഒന്ന് സുനിൽകുമാറുമാണ്. രണ്ട് കൂട്ടരും ജയിക്കുന്നു കരുതി. അവനാ ശ്രദ്ധിക്കണം. എത്ര വോട്ട് കൂടെ വരുന്നുണ്ടെന്നില്ല നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ വോട്ട് ലിസ്റ്റ് ഇറങ്ങി. ആരവിടെ പഠിക്കാത്തവർ കംപ്ലീറ്റ് പഠിച്ചു. ഇവിടെ 2 വോട്ട്, ഇരട്ട വോട്ട്, ഇല്ലാത്ത വോട്ട്, മരിച്ച വോട്ട് ഒക്കെ ഇവിടെ ലിസ്റ്റാക്കി. ഇനി പുതിയ ചീട്ട് വരാണ്ട് ആരൊക്കെ പുതിയ വരുന്നിച്ച് നോക്കാണ്ട് ഇവിടെ ഇതൊന്നും നോക്കാതെ ഇവർ ആ സംഘടനാ പ്രവർത്തനം നടത്തിക്കാണ്ട് അവിടെ അത്ര ചേർത്ത് ഇപ്പുറത്ത് ചേർത്ത് പറയേണ്ട എന്താ കാര്യം? അപ്പോൾ പിന്നെ ശ്രദ്ധയിൽ തീരെപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞ 7-ാം തീയതി വരെ പുതിയ വോട്ട് ലിസ്റ്റ് ചേർക്കാറ്. എല്ലാവരും 7-ാം തീയതി ആ വോട്ട് പോയിങ്ങാണ്ട് ചേർത്ത് കഴിഞ്ഞു. 7-ാം തീയതി ആയപ്പോൾ ഇവിടെ ഒരൊറ്റ വോട്ട് ഒറ്റ വാർഡിലും ചേർക്കാല്ല. എല്ലാവരും ചേർത്ത് കഴിഞ്ഞ് ഇയറിങ്ങിന് പോകാനുള്ള സമയത്തിന് കാത്തു തീർക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വീട്ടു നമ്പറിന് 1,10,000 വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. ഈ വോട്ട് ചേർത്തിട്ട് ഒറ്റ കുട്ടി കണ്ടുപിടിച്ചാൽ എന്നാൽ ബല ചേർത്താണേ കരുത്. അതിനൊന്നും ഇപ്പം നമുക്ക് ബല കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. പാർട്ടിക്കാർ നോക്കണം. ഇവിടെ ഇപ്പോൾ അനധികൃതമായി കുറച്ച് വോട്ട് വന്ന് ചേർന്നിക്കണമെങ്കിൽ അതിനി 5-ാം വാർഡിലാണെങ്കിലും 6-ാം വാർഡിലാണെങ്കിലും അത് പരിധിയിൽ കൂടുതലാണെങ്കിൽ ശ്രദ്ധപ്പെടൂലേ? അല്ലേ? ഇവിടെ ഇപ്പം ഇത് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ആകെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് വോട്ട് ലിസ്റ്റ് ആധികാരികമായി ഒന്ന് പരിശോധിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ലിസ്റ്റ് പഠിക്കൽ ആരും ചെയ്യണില്ല എന്നാണ് ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെട്ടത്. അല്ലാതെ ഇതിപ്പോൾ ഒരു കൂട്ടർ അനധികൃതമായി ഒരു വീട് നമ്പറിൻ്റെ പേരിൽ പിന്നെ 10ഉം 15ഉം വോട്ട്, 60 വോട്ട്, 70 വോട്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന വോട്ടുകൾ മാത്രം ലക്ഷക്കണക്കിന് വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാൻ കഴിയണ്ടേ? പിന്നെ എന്താണ് ഇവർക്കൊക്കെ പണി? ഇപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട്, ആർക്കൊക്കെ എല്ലാത്തത്. അപ്പോൾ ഒരു വോട്ടിന് വരെ വില ഉണ്ട്, മറ്റേതതിൽ വിലയല്ല. അപ്പോൾ ആരും വോട്ട് ലിസ്റ്റ് തന്നെ നോക്കിയില്ല എന്നല്ലേ മനസ്സിലാക്കണത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ നമ്പർ, ഇതിന് കുറിപ്പ് കൊടുക്കണ്ടേ? അപ്പോൾ ചേട്ടാ കുറിപ്പ് കൊടുക്കണ്ടേ? ELOമാരല്ലേ സാധാരണ കുറിപ്പ് കൊടുക്കണ്ടേ? ELOമാരല്ലേ സാധാരണ കുറിപ്പ് കൊടുക്കൽ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ പ്രവർത്തകന്മാരും കുറിപ്പുണ്ടേ കൊടുക്കലില്ലേ? അപ്പോൾ അവിടങ്ങളിലൊക്കെ അത്രയേ ഉള്ളൂ ആ കാര്യത്തിന് വില. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലൊന്നും ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. കേരളത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അരാഷ്ട്രവാദമായിട്ടേ നമ്മൾ കാണുള്ളൂ. ഈ നാട്ടിൽ ഒരു ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ ആ വോട്ട് ലിസ്റ്റിൽ 1,00,000 ചില്ലാൻ ആളുകൾ വിവിധ ബൂത്തുകളിൽ, വിവിധ സ്ഥലങ്ങളിൽ, ആളില്ലാത്ത വീട്ടു നമ്പറുകളിലൊക്കെ ചേർന്ന് അത് എന്താണെന്ന് പരിശോധിക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞ് ഇളിഞ്ഞ കിനാവേനുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസ് വിട്ടേണ്ട എന്തേലും പണി. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടല്ലോ. ഇപ്പോൾ വോട്ട് ലിസ്റ്റ് എല്ലാവരും നോക്കി എത്ര ആൾക്കുണ്ട്, ഇവിടെ എത്ര ആളെ കെട്ടിക്കൊണ്ടുവന്നു, ഇവിടുന്ന് എത്ര ആൾക്കാരെ കെട്ടിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇവിടുന്ന് കെട്ടിച്ചു കൊണ്ടുപോയ അവിടെ ആ വാർഡ് ടൈറ്റാണ് പോലെ. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറ്റൂല, അമ്പടിയും ടൈറ്റാണ്, അടുത്തിന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ആ രൂപത്തിൽ ജാഗ്രതരായി നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്നിട്ട് ഇത്രയും വോട്ട് അനധികൃതമായി ചേർത്തത് നിങ്ങൾ ആരും അറിഞ്ഞില്ല പറഞ്ഞാൽ ഈ ചിലക്കാതെ പോയി പണി നോക്കി. അപ്പം നിങ്ങൾക്കൊന്നും ഇതിലൊരു ഉത്തരവാദിത്വമല്ല രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്. ഇടതിനുമില്ല വലതിനുമില്ല. ആ ഉത്തരവാദിത്വ ബോധമില്ലായ്മ ശരിക്ക്
BJP-കാർ മനസ്സിലാക്കി ഓല അനധികൃതമായി ചേർത്ത് വിജയിച്ചു. ഇനി പോയിക്കോളി നിങ്ങൾ ചലക്കാതെ ഉണ്ടാതെ അവിടെ കുത്തിരുന്നോളി. ഓക്കെ.